നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ മരമൊക്കെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം തപ്പണം. നല്ലൊരു സ്ഥലം വേണം. അതുപോലെ നമുക്കൊരു നല്ലൊരു വീട് വെക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് നല്ലൊരു സ്ഥലം തപ്പി വില്ലേജിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള സ്ഥലം തപ്പി പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു വീട് ഉണ്ടാക്കണം. അപ്പോൾ വീടുണ്ടാക്കാൻ സ്ഥലം ഇവിടെ വല്ല ഒരു വീടുണ്ടാക്കണം. അവിടെ ആയിട്ടൊന്നും ഉണ്ടാക്കാം. ഇവിടെ നല്ല സ്ഥലമൊന്നും നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ഒരു വീടുണ്ടാക്കാം. നമുക്ക് ഇവിടെ വീടുണ്ടാക്കണം. വീട് വെക്കാം. നമുക്കപ്പോൾ ഒരു വീട് വെച്ചിട്ട് കാണാമേ. ഇതാണ് കേസ് ഞാൻ പറഞ്ഞ വീട്. കേസ് നമ്മുടെ വീട് റെഡിയായി. അപ്പോൾ ഒരു കുതിരേനെയും കൂടി എടുക്കാം. ഒറ്റ കുതിരേനെ ഒരു കുതിരേനെ പോലും ഇവിടെ കാണുന്നുണ്ട്. കുതിരേനെ ഇവിടെ വല്ല കാണുന്നില്ല, ഒന്നുമില്ല. വെള്ളമാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ഇവിടെ മൊത്തം കേവുകളാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്കപ്പം കുതിരേനെ കണ്ടുപിടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്കൊരു കുതിരേനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വന്ന് ഇവിടെ കെട്ടിയിടാൻ ഒരു കയറും കൂടി വെക്കണം. നമുക്ക് കുതിരേനൊക്കെ കിട്ടി ഗൈസ്. നമുക്കിതിന് താമസിക്കാനായിട്ട് ഒരു കുഞ്ഞു വീടും കൂടി സെറ്റാക്കാം. ഇതിനിവിടെ നിർത്താം. ഇവിടെ കുഞ്ഞു വീട് ഇതാക്കാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേണം. സാണ്ട വയസ്സ് അത് ഓടുന്നു കുടിച്ച്. സോറി, ഞാൻ അറിയാൻ അടിച്ച് സാണ്ട ഓടുന്നു. നമുക്കപ്പോഴത്തേനും ഇവിടെ എല്ലാം കൊണ്ട് മേടിക്കാം. അത് ഓടും. നമുക്കിത് ഇവിടെയായിട്ടൊരു കുഞ്ഞൊരു താമസിക്കൊരു ഇതിനൊരു വീടുണ്ടാക്കാം. ഇതിന് പൊട്ടിക്കാൻ നിൽക്കും ഗൈസ്. നമുക്ക് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ സാൻഡും കൂടി എടുത്തേക്കുന്നത്. കുതിരയ്ക്ക് ഒരു കുഞ്ഞ് വീടും കൂടെ ഉണ്ടാക്കാം. കുതിരയുടെ കുഞ്ഞ് വീട് രാത്രി ആകുന്നതിന് മുമ്പേ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. തീർന്നു പോയി. പെട്ടെന്ന് തന്നെ നേരത്തെ എടുക്കാം. ഇതും കൂടി ഒന്ന് പൊട്ടിച്ചേ.
ഇതൊരു സ്റ്റാക്കോളം ആക്കണം. ഇത് പ്ലാങ്കാക്കി മാറ്റാം. 25 കിട്ടി. മതിയാകും. ഇച്ചിരിയും കൂടി പൊക്കം വേണം. അതിൻ്റെ പൊക്കത്തിൽ കൂടി റെഡിയാക്കാം. ഇതും കൂടെ റെഡിയാക്കണം. പിന്നെയും തീർന്നു. അത് തൽക്കാലത്തേക്ക് കല്ലുകൊണ്ടങ്ങ് സ്റ്റോണുകൊണ്ടങ്ങ് ഇതാക്കാം. ഇത്രയും പൊക്കം മതിയാകും. നോക്കാം. നമുക്ക് കുറച്ചും കൂടി തടി വെക്കണം. തടി ഒന്ന് പെട്ടെന്ന് നോക്കിക്കാം. ഇതും പ്ലാങ്കാക്കി എടുക്കണം. 20 പ്ലാങ്ക് കിട്ടുന്നുണ്ട്. ക്രാഫ്റ്റിങ്ങിലേക്കുള്ള കയറുക. ഇതാണ് വെച്ചിട്ട് അതെടുക്കാനായിട്ട് ഇതില്ല, പ്ലാങ്കില്ല. നമുക്ക് ഇച്ചിരി പ്ലാങ്ക് എടുത്തിട്ട് ഇതിൻ്റെ പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം. 'Guys, രാത്രിയായി. നമ്മൾ കുതിര പോയി. കുതിര പോയി എല്ലാം കാണും. കുതിര പോയി. രാത്രി കഴിക്കുമ്പോൾ രാവിലെ കുതിരേനെ തപ്പണം. നമ്മുടെ കുതിര പോയി. രാവിലെ നമുക്ക് കുതിരേനെ തപ്പാം. കുതിര വന്നു ഗൈസ്. കയറാൻ പറ്റുന്നില്ല ഗൈസ്. പണിവാളി പയ്യെ ഇടിച്ച് കുത്തി കയറ്റാം. അതായത് നമുക്ക് ഇതിന് ഇത്രയും പൊക്കം പോരാ ഗൈസ്. ഇച്ചിരി കൂടെ പൊക്കം വേണം ഗൈസ്. അപ്പോൾ പൊക്കം കൊടുക്കും.
നമുക്കിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം. ഇത് മുഴുവൻ പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിച്ചെടുക്കാൻ ഇച്ചിരി താമസം എടുക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ ഇച്ചിരി മഴയുണ്ട് ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിരിക്കും. എല്ലാവരും ഇച്ചിരി ക്ഷമിക്കണം. കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് ഇതും കൂടി ഇച്ചിരി പൊക്കം കൂടി കൂട്ടണം. നമുക്ക് പിക്കാക്സ് എടുത്ത് ഇത് പൊട്ടിക്കാം. അത് നമ്മൾ പൊട്ടിച്ച് നമുക്ക് ഇതങ്ങ് വെക്കാം. ഇത് തുറന്ന് ഇന്നത്തെ പൊക്കത്തേക്ക് ഓട്ടിച്ചിരി പൊക്കം കൂട്ടണം. ഇത്രയും പൊക്കം മതിയായിരിക്കും. സെന്റർമാനൊക്കെ വന്ന് പൊക്കം കൂട്ടി. ഇത്രയും ഇത് തികയത്തില്ലായിരിക്കും. നല്ല തികയത്തില്ല. അതുകൊണ്ട് സ്റ്റോൺ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. കുതിര പിന്നെയും പോയി. ഇവിടെ വന്നതാണ് കാഴ്ചകൾ. കാരണം ഒത്തിരി അകലത്തിൽ പോകത്തില്ലായിരിക്കും. അതുകൊണ്ട് നമുക്കപ്പോൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇത് ഒരെണ്ണം വെച്ചുകൊണ്ട് കയറാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വലുതാക്കണം. ഇച്ചിരി വലുതാക്കി ചെറിയത് അടിച്ച് ചോറ് ഇതെപ്പോഴും വെക്കും. നമുക്ക് വീട്ടിൽ കൊണ്ട് എടുക്കാം. സൗണ്ട് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോന്നു. ഇതിനൊന്നും കൂടി വിട്ടിട്ടുണ്ട്. കുറച്ച് വരാം. ഇറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്കിത് അടയ്ക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഇങ്ങനെ ഒരു വിധത്തിൽ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഭക്ഷണം കൊടുക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നു. അതെടുത്ത് കൊടുക്കാം. ഈ പുല്ല് നമുക്ക് കൊടുക്കാം. കുറച്ചൊക്കെ എടുത്ത് അവിടെ വെക്കണം. നമുക്കത് കൊണ്ട് വെച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് ഇതവിടെ വെക്കാം. നമുക്കതിവിടെ വെക്കാം. ഇവിടെ വെക്കാം. വെക്കാം.
ഗൈസ് അപ്പോൾ ഇതിനൊരു പേരുണ്ട്, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണേ. ഗൈസ് നമുക്ക് അടുത്ത മൈനിങ്ങിന് വരാൻ പോകണം. കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്ക് സ്റ്റിക്കില്ല, സ്റ്റിക്ക് ഉണ്ടാക്കണം. നമുക്കപ്പം തടി വെട്ടാൻ പോവാം. തടി വെട്ടിയിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം, എന്നാലേ വെട്ടം കാണത്തുള്ളൂ. ഇത്ര മതി, നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പോവാം. വുഡ് കൊടുത്ത് പ്ലാങ്കൊക്കെ വെക്കണം. നമുക്കത് സ്റ്റിക്കാക്കണം. സ്റ്റിക്കാക്കി നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ഒരു 4 ടോർച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെയും 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 വെക്കാം. നമുക്ക് ഈ ഡോറിനും വെളിയിലും വെക്കാം. ഇപ്പം സെറ്റായി കഴിച്ച് നമുക്ക് 2 എണ്ണം കൂടി ഉണ്ടാക്കാം. നിങ്ങളിരിക്കട്ടെ, നമുക്ക് കുതിരയുടെ കൂടെ പുറത്ത് ഇവിടെയും വെക്കാം. ഇവിടെ വെക്കണം, ഇവിടെയും വെക്കണം. ഇപ്പം സെറ്റായി. നമുക്ക് മൈനിങ്ങിന് പോവാം. നമുക്കപ്പോൾ മൈനിങ്ങിന് ഒരു നല്ല സ്ഥലത്ത് പോകണം. ഇവിടെ ഒരു കേവ് ഉണ്ട്. ഇവിടെ ഇറങ്ങാൻ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്കിത് കുഴിച്ചു പോകണം. നമുക്ക് ഇട്ട നമ്മൾ ടോർച്ച് എടുക്കാൻ മറന്നുപോയി. ടോർച്ച് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പാർട്ട് 3 നമുക്ക് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.